തിയേറ്ററിൽ വൻ ഹിറ്റാവുന്ന ഒരു പടം OTT എത്തിയാൽ അന്നേരം പ്രത്യക്ഷപ്പെടുന്ന ചില മനുഷ്യരെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അവരാണ് വ്യത്യസ്തന്മാർ. എന്തൊരു പൊളിയാണോ എങ്ങനെയും കണ്ട ആൾക്കാരിൽ ഇത് കഴിക്കുന്നത്. ഒരു സാധനം ഭയങ്കര പോപ്പുലർ ആയി കഴിഞ്ഞാൽ അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നല്ലതാണെന്ന് ആൾക്കാർ പറയും, ഇല്ലെങ്കിൽ കുറച്ചിലായാലോ. ഇതിന്റെ ലേറ്റസ്റ്റ് സീരിയലുകളാണ് ലോകിയും കാന്താരയും. ഇനി വരാൻ പോകുന്നവരെയാണ് DS സീരിയൽ. എല്ലാ സിനിമകളും എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. തിയേറ്ററിൽ വൻ ഹിറ്റായ ഒരു പടത്തിന്റെ ഒരു ഷോയ്ക്ക് 100 പേരുണ്ടെങ്കിൽ അതിൽ 10 പേർക്കെങ്കിലും ഡിഫറെന്റ് ഒപ്പീനിയൻ ഉണ്ടാവും. ആൻഡ് ദാറ്റ്സ് നോർമൽ. അതിപ്പോൾ എത്ര തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്ന സിനിമയായാലും അത് ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും ആസ്വദിക്കുക. പക്ഷെ അതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു കാറ്റഗറിയാണ് ഫോണിൽ അല്ലെങ്കിൽ 20-50 ഇഞ്ച് മോണിറ്ററിലൊക്കെ സിനിമ കണ്ടിട്ട് വർക്കായില്ല എന്ന് പറയുന്ന ആൾക്കാർ. ഇതിപ്പോൾ സ്ഥിരം ആയതുകൊണ്ട് ശരിക്കും അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല. ഇത് ശരിക്കും ഈ വ്യത്യസ്തന്മാരുടെ കുറ്റമല്ല. ഈവൻ ഫിലിം തിയേറ്ററിൽ കണ്ടവർക്ക് പോലും ഫോണിൽ കാണുമ്പോൾ സെയിം ഫീല് കിട്ടണം എന്നില്ല. അതുപോലെ തന്നെ OTT മാത്രമല്ല, പടം ഇറങ്ങി 2-3 വീക്ക് കഴിഞ്ഞിട്ട് തിയേറ്ററിൽ കാണുന്നവർക്കും ആദ്യം കണ്ടവർ അത്ര സുഖം തോന്നില്ല. പടം പോരാ, ഓവർ ഹൈപ്പാണ്, എന്ത് കണ്ടിട്ടാണ് ഇതൊക്കെ ഹിറ്റായത് എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ പൊതുവിൽ വരുന്നത് ഈ ടൈമിലാണ്. ഇതെല്ലാം സംഭവിക്കുന്നതിന് മെയിനായിട്ട് 2 കാരണങ്ങളാണുള്ളത്: ടെക്നിക്കൽ റീസണും സൈക്കോളജിക്കൽ റീസണും. സോ നിങ്ങൾ ഇതിൽ ഏതെങ്കിലും കാറ്റഗറിയിൽ പെടുന്നവരാണെങ്കിൽ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ടെക്നിക്കൽ റീസൺ ഒബ്വിയസ്ലി തിയേറ്റർ മെയ്ഡ് ഫിലിം എന്താണ്. OTTയിലേക്ക് വേണ്ടി മാത്രമായി വരെ സിനിമകൾ നിർമ്മിക്കുന്ന ഈ കാലത്ത് ഇത് കുറച്ച് എക്സാജറേറ്റഡ് അല്ലേ എന്ന് തോന്നാം. പക്ഷേ അതിൽ കുറച്ച് സയന്റിഫിക് ഫാക്ടേഴ്സ് ഉണ്ട്. ഒട്ടുമിക്ക സിനിമകളും തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാവുന്ന രീതിയിലാണ് നിർമ്മിക്കുന്നത്. ഒരു സിനിമ തിയേറ്ററിൽ വർക്ക് ആവുന്നതിന് അതിന്റെ മേജർ റോള് അതിന്റെ വിഷ്വൽ സൈസും സൗണ്ട് ഡിസൈനും ആണ്. നമ്മുടെ കണ്ണ് കവർ ചെയ്യുന്ന ഒരു വലിയ ഏരിയയിൽ ഒരു ഷോട്ട് കാണുന്നതും ഫോണിലോ TVയിലോ ചെറിയ ഫ്രെയിമിൽ കാണുന്നതും രണ്ടും രണ്ടാണ്. ഇതിനുള്ള ഏറ്റവും വലിയ എക്സാമ്പിൾ റീ റിലീസ് മൂവീസ് ആണ്. രാവണപ്രഭു തന്നെ റീ റിലീസ് ചെയ്തപ്പം അതിലെ ലാലേട്ടന്റെ എൻട്രിയും സോങ്സും ഒക്കെ തിയേറ്ററിൽ വലിയ ആഘോഷമായിരുന്നു. നമ്മൾ TVയിൽ വർഷങ്ങളോളം കണ്ട് പഴകിയ സീനാണെന്ന് ഓർക്കണം. എന്നിട്ടും ഇതേ സീനുകൾ തന്നെ തിയേറ്ററിൽ കണ്ടപ്പോൾ ഇത്ര ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത് അത് തിയേറ്റർ എക്സ്പീരിയൻസ് കൊണ്ട് തന്നെയാണ്. വിഷ്വലിന്റെ വലിപ്പം കൂടിയപ്പോൾ തന്നെ പഴമയൊക്കെ പോയി. അതുപോലെ തന്നെ സൗണ്ടും തിയേറ്ററിലേത് ഡോൾബി അറ്റ്മോസ് ആണ്. ഈ ഫോണിലും TVയിലൊക്കെ പോലെ ഒരു ഡയറക്ഷനിൽ നിന്നല്ല സൗണ്ട് വരുന്നത്. വിഷ്വലിന്റെ മൂവ്മെന്റിനനുസരിച്ച് സൗണ്ടും ഫ്രണ്ടിന്നും ബാക്കിന്നും സൈഡിന്നും എല്ലാം മാറി മാറി കേൾക്കും. അപ്പോൾ ബ്രെയിൻ അതിനെ റിയൽ എൻവയോൺമെന്റ് പോലെ ഫീൽ ചെയ്യിക്കും. അതുകൊണ്ട് തന്നെ തിയേറ്റർ എലിമെന്റ്സ് കൊണ്ട് ഹിറ്റായ സിനിമകൾ ഇനി എത്രാന്ന് വെച്ചാലും ഫോണിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ ഭീഷ്മപർവം, ജയിലർ, ആലപ്പുഴ ജിംഖാന തുടങ്ങിയ സിനിമകളൊക്കെ തിയേറ്ററിൽ മാത്രം ആ എക്സ്പീരിയൻസ് തന്ന സിനിമകളാണ്. ആലപ്പുഴ ജിംഖാനയുടെ കേസിലാണെങ്കിൽ സിറ്റുവേഷണൽ കോമഡിയാണ് അതിൽ വർക്കായിട്ടുള്ളത്. OTTയിൽ വന്നപ്പോൾ ഒരുപാട് വിമർശനങ്ങൾ കേട്ടൊരു സിനിമയാണത്. സിറ്റുവേഷണൽ കോമഡിയും ഇതുപോലെ റിയൽ എൻവയോൺമെന്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് അത്രയും കണക്ട് ചെയ്യാൻ കഴിയുള്ളൂ. ഇനി സൈക്കോളജിക്കലി പറഞ്ഞാൽ സെൻസറി ഇമേഷൻ, പ്രസൻസ് എന്നൊക്കെ പറയാം. അതായത് നമ്മുടെ ബ്രെയിനിന് ഇമാജിനേഷനും റിയാലിറ്റിയും പലപ്പോഴും തിരിച്ചറിയാൻ പറ്റില്ല. ഒരു ക്ലോസ്ഡ് ആയ തിയേറ്ററിൽ ഇരുട്ടില് വലിയ സ്ക്രീനിൽ ശക്തമായ സൗണ്ടോടെ നമ്മൾ സിനിമ കാണുമ്പോൾ അത് സെൻസറി ഇമോഷൻ ഉണ്ടാക്കും. അതായത് നമ്മുടെ എല്ലാ സെൻസും അതിൽ തന്നെ ഇൻവോൾവ് ആയിരിക്കും. കണ്ണിന്റെ ലെൻസ് ക്യാപ്ചർ ചെയ്യുന്ന മുഴുവൻ സ്ക്രീനാണ്, കേൾക്കുന്ന ശബ്ദവും സിനിമയുടേത് മാത്രം. പുറം ലോകമായിട്ടും ഓൾമോസ്റ്റ് ഡിറ്റാച്ച്ഡ് ആയ അവസ്ഥയാണ്. ഇതൊരുതരം എസ്കേപ്പിസം ക്രിയേറ്റ് ചെയ്യും. ഇതുകൊണ്ട് തന്നെ ഇതൊരു റിയൽ സംഭവമാണെന്ന് ബ്രെയിൻ തെറ്റിദ്ധരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ആ സീനിന്റെ അകത്താണെന്ന് പോലെ തോന്നും. അതുകൊണ്ടാണ് ഹൊറർ സീനുകളിൽ പേടിയും രോമാഞ്ചം തോന്നുന്നതും ക്യാരക്ടറിന്റെ വിഷമത്തിൽ നമുക്ക് കരച്ചിൽ വരുന്നതും ക്ലൈമാക്സിൽ നായകൻ വില്ലനെ അടിച്ചിട്ട് അവസാനം ജയിക്കുമ്പോൾ നമുക്ക് ആ സാറ്റിസ്ഫാക്ഷൻ ഫിസിക്കലി ഫീൽ ചെയ്യുന്നതല്ല. അതേസമയം ഇത് തന്നെ ഫോണിലോ TVയിലോ കാണുമ്പോൾ സെൻസറി ഇൻപുട്ട് വളരെ കുറവാണ്. കാരണം നമ്മൾ സാധാരണ നമ്മുടെ ഒരു കംഫർട്ട് സ്പേസിലാണ് സിനിമ കാണുക. കിടന്ന് ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണിന്റെ ഫുൾ വിസിബിൾ ഏരിയ ആ വിഷ്വലിൽ കവർ ആവുന്നില്ല. ചുറ്റുമുള്ള വസ്തുക്കളും ലൈറ്റ്സും ഒക്കെ നമ്മൾ കാണും. അതുകൊണ്ട് തന്നെ ബ്രെയിനിന് കംപ്ലീറ്റ് ഫോക്കസ് ഉണ്ടാവില്ല. കൂടാതെ നോട്ടിഫിക്കേഷൻസ്, ആളുകളുടെ വിളികള്, ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് തുടങ്ങിയവയൊക്കെ കണ്ടിന്യൂസ് ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കും. ഇതിനും പുറമെ എപ്പോൾ വേണമെങ്കിലും പോസ് ചെയ്ത് ഇടയ്ക്ക് നമുക്ക് മറ്റെന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ഒരു ഫ്രീഡവും ഉണ്ട്. ഇതെല്ലാം തന്നെ ഇതൊരു കോണ്ടന്റ് മാത്രമാണ്, റിയൽ എക്സ്പീരിയൻസ് അല്ല എന്ന് ബ്രെയിനിന് റിമൈൻഡ് ചെയ്യും. അതുകൊണ്ട് തിയേറ്ററിൽ കിട്ടുന്ന ആ ഒരു ഇന്റൻസ് ഫീൽ നമുക്ക് കിട്ടില്ല. ഈവൻ സിനിമ കാണാൻ പോകുന്ന പ്രോസസ്സ് പോലും ഒരു എസ്കേപ്പിസം ക്രിയേറ്റ് ചെയ്യും. തിയേറ്ററിലേക്ക് പോകുന്നു, ടിക്കറ്റ് എടുത്ത് സീറ്റിൽ സെറ്റിൽ ആവുന്നു, ലൈറ്റ്സ് ഒക്കെ ഓഫായി, സ്ക്രീനൊക്കെ പതിയെ ഓൺ ആവുന്നു. ഇതൊക്കെ ബ്രെയിനിനെ വേറൊരു ലോകത്തേക്ക് പോവാണ് എന്നൊരു റിമൈൻഡർ ആണ്. ഇത് ബ്രെയിനിന്റെ ഫോക്കസ് കൂടുതൽ ഷാർപ്പൺ ചെയ്യും. അതുകൊണ്ട് തന്നെ ചെറിയ കാര്യങ്ങൾ പോലും, ചെറിയ ഇമോഷൻസ് പോലും നമുക്ക് ഡബിൾ എഫക്റ്റ് ഉണ്ടാക്കും. അതേസമയം ഫോണിലോ TVയിലോ ആണെങ്കിൽ എത്ര പ്രിപ്പറേഷൻ ചെയ്താലും സറൗണ്ടിങ്സ് നമ്മളെ റിയൽ വേൾഡിലേക്ക് തിരിച്ചു കൊണ്ടുവരും. ഇത് കൺവിൻസ് ആകാനായിട്ട് ഒരു കാര്യം ചെയ്താൽ മതി. DS ഇറങ്ങുമ്പോൾ ഇതിന്റെ ഫസ്റ്റ് ഹാഫ് ഫോണിൽ പകൽ സമയത്ത് സെറ്റിലോ മറ്റോ ഇരുന്ന് ഹെഡ്സെറ്റ് ഒന്നും വെക്കാതെ നോർമൽ ആയിട്ടിരുന്ന് കാണുക. എന്നിട്ട് സെക്കൻഡ് ഹാഫ് രാത്രിയിൽ റൂമെല്ലാം അടച്ചിട്ട് ഹെഡ്സെറ്റും വെച്ച്
ഇരുട്ടത്തിരുന്ന് ലാപ്ടോപ്പിലോ മറ്റോ കാണുക. അന്നേരം നിങ്ങൾക്ക് ആ ഒരു എക്സ്പീരിയൻസിന്റെ വ്യത്യാസം മനസ്സിലാവും. എന്നിട്ടും ഒന്നും തോന്നിയില്ലെങ്കിൽ നിങ്ങളുടെ ബ്രെയിനിന് എന്തോ പ്രശ്നമുണ്ട്. ഇതിപ്പോ ഹൊറർ തന്നെയല്ല, ഏതെങ്കിലും നല്ലൊരു റൊമാൻറ്റിക് ഫിലിം ആയാലും ഇത് വർക്കാവും. അപ്പൊ പിന്നെ കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു എൻവയൺമെന്റിൽ വലിയ സ്ക്രീനിൽ വലിയ ശബ്ദത്തോടെ ഇതേ സീനുകൾ കണ്ടാൽ എങ്ങനെ ഇരിക്കുമെന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. ദാറ്റ്സ് ഇറ്റ്. രണ്ടാമത്തെ റീസൺ നോവൽറ്റി എഫക്റ്റ് അഥവാ ഫ്രഷ്നെസ് ഓഫ് കണ്ടന്റ്. ഒരു നല്ല സിനിമയ്ക്ക് ഓവർ ഹൈപ്ഡ് എന്നൊരു ടാഗ് വരാൻ ഏറ്റവും വലിയ കാരണം ഇത് തന്നെയാണ്. മനുഷ്യന്റെ ബ്രെയിന് എപ്പോഴും പുതുമയുള്ള അൺപ്രഡിക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് അധിക അറ്റൻഷനും ഇമോഷനും നൽകും. അടുത്തത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നറിയാത്തൊരു അൺസർട്ടനിറ്റി ബ്രെയിനിനെ കൂടുതൽ എക്സൈറ്റഡ് ആക്കും. അതുകൊണ്ട് തന്നെ ചെറിയ കാര്യങ്ങൾ പോലും വലുതായിട്ട് ഫീൽ ചെയ്യും. ഇപ്പോഴൊക്കെ ആണെങ്കിൽ ഒരു സിനിമ റിലീസായി 2 ദിവസത്തിനുള്ളിൽ തന്നെ സ്പോയിലേഴ്സ് വരും. ഒന്നുമില്ലെങ്കിൽ ചില പ്രത്യേക സ്വഭാവക്കാർ അവർ ആദ്യമേ പടം കണ്ടതിന്റെ ഒരു പ്രിവിലേജിൽ മെയിൻ സീനൊക്കെ റെക്കോർഡ് ചെയ്ത് സ്റ്റാറ്റസ് സ്റ്റോറി ആയിട്ട് നാട്ടുകാരെ മൊത്തം കാണിക്കും. എന്ത് സുഖമാണോ എന്തോ ഇവർക്കൊക്കെ ഇതിൽ നിന്ന് കിട്ടുന്നത്. ഇതോടെ സ്റ്റോറി ലൈൻ എന്താണ്, മെയിൻ സീൻ ഏതൊക്കെയാണ്, എന്തൊക്കെ എക്സ്പെക്ടേഷൻസ് വെക്കാം എന്നെല്ലാം ഉള്ളൊരു മുൻധാരണകൾ ബ്രെയിനിൽ സെറ്റിൽ ആവും. നാച്ചുറലി ഇത് എക്സൈറ്റ്മെന്റ് കുറയ്ക്കും, കാണുമ്പോൾ ഉള്ള ഫീലും കുറയും. ഇതിന്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് ലോക സിനിമ. ഞാൻ ഫസ്റ്റ് ഡേ തന്നെ ലോക തിയേറ്ററിൽ കണ്ട ആളാണ്. അതിൽ കല്യാണിക്ക് എന്തോ ഒരു സൂപ്പർ പവർ ഉണ്ടെന്ന് അറിയാമെന്നല്ലാണ്ട് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഞാൻ സിനിമ കാണുമ്പോൾ. അതുകൊണ്ട് തന്നെ പഴയ കേട്ട് ശീലിച്ച കള്ളിയങ്കാട്ട് നീലി സൂപ്പർ ഹീറോ ആയിട്ടും കത്തന റെഫറൻസും ഒക്കെ ഭയങ്കര നൊസ്റ്റാൾജിക് ആയിരുന്നു. അതിലെ കല്യാണി പ്രിയദർശൻ നെസ്ലിന്റെ പാർട്ടിയിലെത്തുന്ന സീനില് കിളിയെ കിളിയെ എന്നുള്ള പാട്ട് തുടങ്ങുമ്പം അത് തിയേറ്ററിൽ ഉണ്ടാക്കിയ ഒരു ഓളം അത് ചെറുതല്ല. പക്ഷെ ഇതേ സിനിമ ഒരാഴ്ച കഴിഞ്ഞ് കണ്ട് എൻ്റെ ഒരു ഫ്രണ്ടിനോട് ഞാൻ ഇതേ സീനുകളെ പറ്റി ചോദിച്ചപ്പോൾ വലിയ സ്പെഷ്യലായിട്ടൊന്നും തോന്നിയില്ല എന്നാണ് അവൻ പറഞ്ഞത്. കാരണം അപ്പോഴേക്കും പാട്ട് ട്രെൻഡായും വൈറലായും കഴിഞ്ഞിരുന്നു. അപ്പൊ അതിന്റെ ഫ്രഷ്നെസ് പോയി. ആൻഡ് ഐ എം ഷുവർ ഒരാഴ്ച കഴിഞ്ഞ് സിനിമ കണ്ട് ഒട്ടുമിക്ക പേരും അവൾ അത് ലക്ഷ്യമാണെന്നും ബാക്കി ക്യാമിയോ റോൾസിന്റെ കാര്യം എല്ലാം ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ആദ്യം കണ്ടവർക്ക് കിട്ടിയൊരു സർപ്രൈസിങ് എലമെന്റും എക്സൈറ്റ്മെന്റും പിന്നീട് കണ്ടവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പൊ പിന്നെ OTTയിൽ കിട്ടുന്ന ഫീൽ എന്തായിരിക്കും ഊഹിക്കാലോ. കാണുന്ന റീലിലൂടെയും വാർത്തയിലൂടെ എല്ലാം അറിഞ്ഞു അറിയാതെയും കണ്ടന്റ് ഫുള്ളും നമ്മുടെ ബ്രെയിനിൽ ഫീഡ് ആവും. അതുകൊണ്ട് ഓൾറെഡി പ്രിപ്പയർഡ് ആയ പോലെ ആയിരിക്കും നമ്മൾ സിനിമ കാണുക. അപ്പോൾ അതിനനുസരിച്ചുള്ള എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ കാന്താരയിലും ഡിവോഷണൽ സീനൊക്കെ ഭയങ്കര കോമഡി ആയിട്ടുണ്ടെന്ന് വരെ ട്രോളുകൾ ഇറങ്ങിയിരുന്നു. ഈ തെയ്യമൊക്കെ കണ്ടിട്ടുള്ളവരാണെങ്കിൽ അറിയായിരിക്കും. അവിശ്വാസിയായിട്ടുള്ള ഒരാൾക്ക് പോലും അതിന്റെ ഒരു എൻവയോൺമെന്റ് നിൽക്കുമ്പോൾ അതിന്റെ ഒരു ഫീലും ഭംഗിയൊക്കെ ആസ്വദിക്കാൻ കഴിയും. അതുപോലെ തന്നെയാണ് ഇവിടെയും. ആ സീനുകളിൽ തിയേറ്ററിൽ നമുക്ക് ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് നമ്മൾ റിയൽ ആയിട്ട് ആ എൻവയോൺമെന്റ് നിൽക്കുന്ന പോലെയാണ് ഈ പറഞ്ഞ ഫാക്ടേഴ്സുകൾ കൊണ്ട്. അതുകൊണ്ട് തന്നെയാണ് തിയേറ്ററിൽ ഈ ഡിവോഷണൽ സീനൊക്കെ വർക്കായത്. ഇനി തിയേറ്ററിൽ കണ്ടാൽ പോലും വലിയ എക്സ്പീരിയൻസ് കിട്ടാൻ ചാൻസ് ഇല്ലാത്ത ഒരു കാറ്റഗറി ഉണ്ട്. ഫ്രണ്ട്സ് ആയിട്ട് ഗ്യാങ് ആയിട്ടൊക്കെ വന്ന് കമന്റ്സ് ഒക്കെ പറഞ്ഞ് സിനിമ കാണുന്നവര്, കപ്പിൾസ്, സിനിമയ്ക്കിടയിൽ പോലും റീലും ഫോണും നോക്കുന്നവര്. ഈ പറഞ്ഞവർക്കും പടം കംപ്ലീറ്റ്ലി വർക്കാവില്ല. കാരണം അവരുടെയും ബ്രെയിൻ ഡിസ്ട്രാക്റ്റഡ് ആണ്. ആൻഡ് ഇവരാണ് കൂടുതലും അവസാനം പടം പോരാ എന്നൊരു നിഗമനത്തിലെത്തുന്നതും. സോ നെക്സ്റ്റ് ടൈമെങ്കിലും OTTയിൽ കണ്ടിട്ട് അടച്ചാക്ഷേപിച്ച ഒരു പടത്തെ കുറ്റം പറഞ്ഞ് വ്യത്യസ്തനാകുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർക്കുക. ആൻഡ് ഇതൊരിക്കലും എല്ലാവരെയും ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. വളരെ നല്ല രീതിയിൽ സിനിമയുടെ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ടും സ്ക്രിപ്റ്റിംഗും ഒക്കെ വിലയിരുത്തിയിട്ട് അതിനെ വിമർശിക്കുന്ന ഒരുപാട് നല്ല ക്രിറ്റിക്സ് ഉണ്ട് നമുക്കിടയിൽ. ആൻഡ് ദാറ്റ്സ് ഗുഡ്. അതൊരു സിനിമ ഇൻഡസ്ട്രിക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ എല്ലാ സിനിമയെ പറ്റിയുമല്ല ഞാൻ പറഞ്ഞത്. ഓഫ് കോഴ്സ് OTTയിലും ഇപ്പൊ തിയേറ്ററിലായാൽ പോലും വർക്കാവാത്ത സിനിമകളുണ്ട്. അതുപോലെ തന്നെ OTTയിലും തിയേറ്ററിലും ഒരുപോലെ എന്റർടൈൻഡ് ആവുന്ന സിനിമകളും ഉണ്ട്. തിയേറ്ററിൽ കാണുന്നതും ഫോണിലും TVയിലും കാണുമ്പോഴുള്ള വ്യത്യാസമാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. സോ മാക്സിമം നല്ല സിനിമകൾ തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുക. ഇനി അതിന് പറ്റാത്തവര് OTTയിൽ വരുമ്പോൾ തിയേറ്ററിൽ കണ്ടവരെ പൊട്ടന്മാരാക്കുന്ന കണക്ക് ബ്ലൈൻഡ് ആയിട്ട് ആക്ഷേപിക്കാതിരിക്കുക. താങ്ക് യു.